ഹലോ ഗൈസ്, ഇന്ന് പൊട്ടാറ്റോ ഉപയോഗിച്ച് ലേസ് ഉണ്ടാക്കിയാലോ. 2 പൊട്ടാറ്റോ എടുത്ത് സ്ലൈസ് ചെയ്യാന്ന് വെച്ചപ്പോൾ സ്ലൈസ് ചെയ്യുന്ന ടൂളിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കത്തി ഉപയോഗിച്ച് തന്നെ പൊട്ടാറ്റോ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത പൊട്ടാറ്റോ ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ പൊട്ടാറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത പൊട്ടാറ്റോയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് പൊട്ടാറ്റോ ലൈസ് പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല, വീട്ടിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കല്ലേ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഹലോ ഗൈസ്, ഇന്ന് പൊട്ടാറ്റോ ഉപയോഗിച്ച് ലേസ് ഉണ്ടാക്കിയാലോ. 2 പൊട്ടാറ്റോ എടുത്ത് സ്ലൈസ് ചെയ്യാന്ന് വെച്ചപ്പോൾ സ്ലൈസ് ചെയ്യുന്ന ടൂളിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കത്തി ഉപയോഗിച്ച് തന്നെ പൊട്ടാറ്റോ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത പൊട്ടാറ്റോ ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ പൊട്ടാറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത പൊട്ടാറ്റോയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് പൊട്ടാറ്റോ ലൈസ് പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല, വീട്ടിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കല്ലേ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.